ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നും ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ സോയാബീൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് ഞാൻ തലേ ദിവസം തന്നെ സോയാബീൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ല രീതിക്ക് അതൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ സോയാബീനോ വലിയ സോയാബീനോ എടുക്കാം. ഞാൻ ഇവിടെ ചെറിയ സോയാബീനോ കേട്ടോ ഗൈസ് എടുത്തിട്ട് വീർത്ത് വന്നപ്പോൾ നല്ലതായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുന്നത് നല്ല രീതിക്ക് ഈ സോയാബീൻ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെള്ളം പോവും. ഈ സമയമാകുമ്പോൾ നല്ല ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിക്ക് അഴുക്കൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ പിഴിഞ്ഞത് വേറെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ഒരു സോയാബീൻ മുങ്ങിക്കിടക്കാൻ അത്രയും വെള്ളം ഒഴിക്കാം. ഞാനിവിടെ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അധികം സോയാബീൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിനി അടുപ്പത്തേക്ക് വെക്കാം ഗൈസ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതൊന്ന് വേവണ വരെയും വെയിറ്റ് ചെയ്യാം. അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് മസാല സെറ്റാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് വാരി ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു വിനാഗിരിയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ഒരു സൈഡിൽ നമ്മുടെ സോയാബീൻ നല്ല രീതിക്ക് വീർത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. വെന്തോന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം കഴിച്ച് നോക്കാം കേട്ടോ ഗൈസ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് സോയാബീൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് കുറച്ച് കട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വിനാഗിരിയും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് സോയാബീൻ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അരിപ്പിട്ടൊന്ന് ഊറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം ഫുള്ള്. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സോയാബീൻ നല്ല രീതിയിൽ കൈ വെച്ചൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഫുൾ വെള്ളവും കളഞ്ഞിട്ടാണ് ഞാൻ മസാലയൊക്കെ ഇടുന്നത്. സോയാബീനിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടൂല, ടേസ്റ്റ് കിട്ടില്ല ഗൈസ്. അങ്ങനെ ഞാൻ എല്ലാം അതിനെ കുറച്ചായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പൊള്ളലുണ്ടായിരുന്നു. നല്ല സഹിച്ച് എങ്ങനെയൊക്കെ വേഗം എല്ലാം ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ടാണ് ഗൈസ് ഞാൻ ഒരു സാധനം മറന്നു പോയത്. വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം ഉപ്പാണ് ഗൈസ്. അങ്ങനെ ഉപ്പ് കുറച്ച് ഇട്ട് നോക്കി, പക്ഷേ എനിക്ക് അത്ര ഉപ്പ് പറ്റിയില്ല. അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സോയാബീനുമ്പോൾ നല്ല രീതിക്ക് മസാല പിടിക്കണം ഗൈസ്. അത് ഞാൻ കുറേ നേരിട്ട് കുത്തി ഇളക്കി കൈ വെച്ച് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സോയാബീൻ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആകുമ്പോഴത്തേനും ഒരു സൈഡായിട്ട് ഇങ്ങനെ മറിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഈ ഒരു സോയാബീൻ നല്ല രീതിക്ക് ഈ ഒരു എണ്ണ ഫുൾ വറ്റി കുടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ സോയാബീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.